പച്ചക്കുട്ടി മകനെ പെറ്റ മകനെ പോലെ പേരക്കുട്ടിൻ്റെ ഇതാണ്. ഞങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ആ കുട്ടീനെ അവരുടെ ജീവനാണ്. മനസ്സിലായി. എനിക്ക് മക്കളും കുട്ടികളൊന്നുമില്ല. അത് പെറ്റ മകനെ ഓരി കണക്കാക്കിയിട്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അമ്മമാരെ പോലെ കണ്ട് ഞങ്ങളുടെ കൂർപ്പുറം ഞങ്ങളുടെ മക്കളെ പോലെയാണ് ആ കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇവിടെ വേണമെങ്കിൽ സത്യം ചെയ്യാവ് ചെയ്യൂല. ആ കുട്ടി അങ്ങനെ മര്യാദയുള്ള ഒരു കുട്ടിയാണ്. അവൻ അത്ര വല്ല തെറ്റുള്ള കുട്ടിയല്ലേ, തെറ്റ് ചെയ്ത കുട്ടിയല്ല അത്. ഞങ്ങളെ കൊണ്ടൊക്കെ അമ്മമാരെ പോലെ അല്ല, ജീവനങ്ങനെ കളയ്യവൻ. ഞങ്ങളെ കണ്ടങ്ങനെ കെട്ടി പിടിച്ചിട്ട് എന്താണ് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുട്ടിയാണ്. സാറും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ അങ്ങനെ കൊണ്ട് കുടുക്കിൽ പഠിത്തണം പറഞ്ഞിട്ട് പഠിത്തിയിട്ടുണ്ടോന്ന് അതും അറിയില്ല. നല്ല കുട്ടിയാണ് അവൻ. ഞങ്ങൾക്ക് അവനെ കൊണ്ടുവരണം. നല്ലൊരു കുട്ടിയാണ്. നമുക്കിപ്പോ ഇത്തിരി കാണണം അവനെ. അത്രയും നമ്മൾ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ടാ നിൽക്കുന്നത്. അതിനായിട്ട് നടക്കുന്ന സ്ത്രീകളോട് എന്താ നമ്മൾ പറയാ? അവളൊരു സ്ത്രീയല്ലേ. ഞങ്ങൾക്കൊന്ന് കാണണം അവനെ. ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവനെ പറയണം. ഞങ്ങളുടെ തറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അമ്മമാരെ പോലെ കണ്ട് ഞങ്ങളുടെ കൂർപ്പുറം ഞങ്ങളുടെ മക്കളെ പോലെയാണ് ആ കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ പിന്നെ സാപ്പിനി ഞങ്ങളുടെ എല്ലാ MLA-മാരിനെയും ഞങ്ങൾ നല്ലതിൽ തന്നെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു അതിനെ ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇല്ല, എവിടെ വേണമെങ്കിൽ സത്യം ചെയ്യാവ് ചെയ്യൂല. ആ കുട്ടി അങ്ങനെ മര്യാദയുള്ള ഒരു കുട്ടിയാണ്. ചതിക്കാൻ ശ്രമിച്ചത് തന്നെ. ഞങ്ങൾക്ക് എവിടെ കണ്ടാലും സന്തോഷം തന്നെ. എനിക്കൊക്കെ ഭയങ്കര വിഷമമായി. അയ്യോ, ഒരിക്കലും ചെയ്യാൻ പാങ്ങില്ല അവനെ. അങ്ങനെ രാജിവെക്കാനേ പാങ്ങില്ല. അവൻ അത്ര വല്ല തെറ്റുള്ള കുട്ടിയല്ലേ, തെറ്റ് ചെയ്ത കുട്ടിയല്ല അത്. ചെയ്യാത്തൊരു കുട്ടീനെ നിരപരാധിയായി കുറ്റപ്പെടുത്തിക്കാണ്. ഇതിപ്പോ ഇല്ലാത്തത് പറയാണ് പറഞ്ഞിട്ട് ഞങ്ങളതൊന്നും കൈകൊള്ളൂല. നമുക്ക് നമ്മുടെ കുട്ടിൻ്റെ കാര്യം മാത്രം നമുക്ക് അറിയാൻ പോലെ. ആൾക്കാർ പലതും പറഞ്ഞ ആൾക്കാരിനൊക്കെ പറയുന്നതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല ആൾക്കാരെ നല്ല മക്കളെ മോശം പറയാം. ഞങ്ങളെ കൊണ്ടൊക്കെ അമ്മമാരെ പോലെ അല്ല, ജീവനങ്ങനെ കളയ്യവൻ. ഞങ്ങളെ കണ്ടങ്ങനെ കെട്ടി പിടിച്ചിട്ട് എന്താണ് ഞങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന കുട്ടിയാണ്. അവര് ഇതിരുത്തന്നെ വേണം. ഒരിക്കലും ഇറക്കിയാലും കയറ്റിയിരുത്തണം. അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ എന്താന്നുള്ളത് നമുക്കറിയില്ല. ഇനിയിപ്പോൾ അവന് എന്താന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ. അവർ ആൺകുട്ടികളല്ലേ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും അവനെ കുളുക്കിപ്പെടുത്തിയൊന്നും അറിയില്ല. ഇനി അവൻ മനഃപൂർവ്വം അവൻ ചെയ്തതൊന്നും നമുക്കറിയില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ സാറേ. സാറും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ അങ്ങനെ കൊണ്ട് കുടുക്കിൽ പഠിത്തണം പറഞ്ഞിട്ട് പഠിത്തിയിട്ടുണ്ടോന്ന് അതും അറിയില്ല. ഇനി അവൻ മനഃപൂർവ്വം വേണം പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതും നമുക്കറിയില്ല. അത്രയേ ഉള്ളൂ. നല്ല കുട്ടിയാണ് അവൻ. ഞങ്ങൾക്ക് അവനെ കൊണ്ടുവരണം. നല്ലൊരു കുട്ടിയാണ്. നമുക്ക് എന്തെങ്കിലും വേണം പറഞ്ഞ് തരേണ്ട ഒരു മകനാണ്. പക്ഷെ അതിപ്പോൾ അവൻ ഇല്ലാണ്ടായി. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് നമ്മുടെ പരിസരത്തേക്കൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വല്ല കാര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞ് അവൻ വരും. നമ്മളെല്ലാ അമ്മമാരിനെയും ഞങ്ങൾ തൊഴിലുറപ്പ് ചെയ്യുന്ന അമ്മമാരിനെ എല്ലാവരെയും കണ്ട് കൈ തന്നിട്ട് പോണ ഒരു മകനാണ്. ഇനിയിപ്പം എന്താന്നുള്ളത് നമ്മൾക്ക് അറിയില്ലല്ലോ സാറേ. ഇപ്പം സാറിപ്പോൾ പുറത്ത് പോകുന്നുണ്ട്. ഇപ്പം എങ്ങനെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയോ? അറിയില്ലല്ലോ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഭർത്താക്കന്മാരുണ്ട്. അവർ വെളിയിൽ പോകുന്നുണ്ട്. എന്തെങ്കിലും കാണുന്ന അറിയില്ലല്ലോ. അയ്യേ, രാജ്യമൊന്നും വെക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. അയ്യോ, നമുക്കിപ്പോ ഇത്തിരി കാണണം അവനെ. അത്രയും നമ്മൾ കാണാൻ വേണ്ടിട്ട് ഒരുങ്ങിട്ടാ നിൽക്കുന്നത്. ഞങ്ങളൊന്നും തടയില്ല. അപ്പോ ഞങ്ങളൊന്നും തടയേയില്ല. ഞങ്ങൾ കൊണ്ടുപോകും അവനെ. 71 വയസ്സായി. പച്ചക്കുട്ടി മകനെ പെറ്റ മകനെ പോലെ പേരക്കുട്ടിൻ്റെ ഇതാണ്. ഞങ്ങൾ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ആ കുട്ടീനെ അവരുടെ ജീവനാണ്. മനസ്സിലായി. എനിക്ക് മക്കളും കുട്ടികളൊന്നുമില്ല. അത് പെറ്റ മകനെ ഓരി കണക്കാക്കിയിട്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇല്ല, അതൊന്നും തോന്നിയിട്ടില്ല. അവനെ വിടാനും പറ്റില്ല. അയ്യേ, എവിടെ പോണു, ഏതൊക്കെ വഴിക്ക് പോണു നമുക്കൊന്നും അറിയില്ലല്ലോ. ഇവിടെ വന്ന് നല്ല പരിചയം, നല്ല സ്നേഹം, അത്ര തന്നെ. ഇവിടെ വന്നാൽ കാണാം. അല്ലാണ്ട് ഇപ്പോൾ ആ കുട്ടി പോണ അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ? നമ്മ ഇതല്ലേ തൊഴിൽ നമ്മണ്ട സാറേ. ഇത് ചെയ്തല്ലേ കഞ്ഞി കുടിക്കിന് പറയും. കുട്ടീനെ പറഞ്ഞു. അത്ര തന്നെ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും മനഃപൂർണ്ണം വൈരാഗ്യം വലുതും ഒന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. മനഃപൂർണ്ണം വൈരാഗ്യം ഒന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. രാഹുൽ മാങ്കുട്ടിയുടെ ഒരു വ്യക്തിയാണ്. നല്ല പെരുമാറ്റമാണ്. ഞങ്ങൾ അതന്നെ പറയുന്നത്. രാജുവൊന്നും വയ്ക്കണ്ട. നല്ലൊരാളാണ്. ഞങ്ങൾക്കൊക്കെ പറ്റിയ ഒരിത് നല്ലൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ രാജ്യമൊന്നും വയ്ക്കണ്ട. ഞങ്ങൾക്ക് സങ്കടം തോന്നി. സങ്കടമായി. ഞങ്ങൾക്ക് ഇങ്ങനെ ആയിട്ടില്ല.
ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സങ്കടമായി. മകനിപ്പോ എൻ്റെ മകൻ്റെ പ്രായമുണ്ട്. മോശം വന്ന യാതൊരു തെറ്റും എനിക്കില്ല. അത് ആൾക്കാർ വെറുതെ ഉണ്ടാക്കുകയാണെന്ന് മാത്രമേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇത് എല്ലാവരുടെ അഭിപ്രായം അവന് രാജിവെക്കേണ്ട എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. വിഷമം ഉണ്ടായിരുന്നു, മനസ്സിലേക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു വിഷമം വന്നാൽ എങ്ങനെ വേദനിക്കണം അതേപോലെ വേദനിച്ചത് തന്നെയാണ്. സങ്കടമുണ്ട്. അവൻ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞത് തിരുത്തിയിട്ട് അവൻ ഉയർത്തേൽ വരണം. അതിനായിട്ട് നടക്കുന്ന സ്ത്രീകളോട് എന്താ നമ്മൾ പറയുക? അവളൊരു സ്ത്രീയല്ലേ, അവൻ നല്ലൊരു വ്യക്തിയാണ്. ഞങ്ങളിടയിൽ കൂടെ ഒക്കെ ഞങ്ങൾക്കും കൂടി അത്ര വയസ്സായ ആൾക്കാർക്കും കൂടി ഒരു കയ്യേറാത്ത കുട്ടികളാണ്. അറിയോ അങ്ങനത്തെ കുട്ടിക്കല്ലേ പോരാട്ട് വന്നത്? അതാ പറഞ്ഞവരും അവർ കാട്ടെ. അയ്യേ ഞങ്ങളെ എടുത്തു കൂടെ വരിക എന്നല്ല, ഞങ്ങൾക്കും കൂടി അവൻ കയ്യേ അങ്ങനത്തെ കുട്ടികളാണ്. ആ ചിറി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവരെ കയ്യിലില്ല. അത്ര നല്ല കുട്ടിക്ക് ഇങ്ങനത്തെ ഇത് വന്നില്ലേ, അത് ദൈവം കണ്ടോട്ടെ. അവിടെ കൂടുക ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മളൊക്കെ ചെയ്യുന്ന 4-5 എനിക്കും ഉണ്ട്, 6 മക്കളുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തന്നെയാണ്. നമ്മുടെ മക്കൾക്ക് ഒരു കാര്യം വരുമ്പോ എങ്ങനെ വേദനിക്കണോ അതേപോലെ തന്നെയാണ് ആ കുട്ടിക്ക്. അത് പറയുന്നത് തെറ്റാണ്. ആ പറയുന്ന വാക്ക് ഭയങ്കര തെറ്റാണ്. അവര് ഞങ്ങൾക്കൊക്കെ കഞ്ഞി തരുന്നവരാണ്. അതുകൊണ്ട് മാങ്കൂട്ടത്തിനെയും രാഘുലിനെയും പറഞ്ഞവർക്ക് അത് അവരെന്നെ പ്രതീക്ഷ ഇതായിക്കോട്ടെ. അവർക്കൊന്നുമില്ലാതെ ഞങ്ങളെ അവനെ വിജയിപ്പിച്ച് ഞങ്ങൾക്ക് കഞ്ഞി തന്നാൽ മതി. ഈ കൈ കൊണ്ടല്ലേ കഞ്ഞി, അപ്പോൾ ഈ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലാണ്. ഈ കയ്യില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, സഹായം ചെയ്തിട്ടില്ല. ഇനിമേൽ ചെയ്തില്ലെങ്കിലും തന്നില്ലെങ്കിലും അവനെ പറ്റിയിട്ട് അബദ്ധമുള്ള വർഷ പറയണ്ട. നല്ലൊരു വ്യക്തിയാണ് അവൻ. എല്ലാവരുടെ പ്രാർത്ഥന അവന്റെ പിന്തുണ ഉണ്ടാവും. എല്ലാവരും ഞങ്ങളുടെ തൊഴിലുറപ്പ് ഇനിയുണ്ട്. ചെക്കന് കിട്ടട്ടെ. ഞങ്ങളെല്ലാവരും അവന് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും പ്രാർത്ഥന വണക്കം. അങ്ങനെ തന്നെ അവൾ ഇനിയും MLA ആയിട്ട് വന്നാൽ ഞങ്ങൾക്ക് വരണം എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും അതേ തന്നെ പ്രാർത്ഥന. ഞങ്ങൾക്ക് തന്നിട്ടല്ല, നമ്മൾ ഈ കൈ കൊണ്ട് അവരുടെ ഏത് ജീവിതം വെച്ച് ബുദ്ധി വെച്ച പിന്നെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നുമില്ല, പെട്ടെന്ന് വന്നു നന്നായി. ഇനി ഇത് പിന്നെ വലിയ ഒരാളായിട്ട് ഞങ്ങൾക്ക് തരികയാണെങ്കിലും അത് പറയാനൊന്നും പറ്റില്ലല്ലോ സാറേ. നമ്മൾ തന്നില്ലെങ്കിലും തന്നാലും ഞങ്ങൾക്ക് കുട്ടിന് വേണം. അത്രയും ഞങ്ങൾക്ക് ആവശ്യമാണ് അവനെ. അവൻ തിരിച്ചു വരണം നാട്ടിൽ. പാലക്കാട് നാട്ടിലേക്ക് അവൻ തിരിച്ചു വരണം. നല്ല ഭൂരിപക്ഷത്തോടെ ഞാൻ വരും. തിരിച്ചു വരണം. ഹോട്ടലിൽ വരാൻ പോണു. ഹോട്ടലിനുള്ളിൽ അവന് വെളിയിലേക്ക് കൊണ്ടുവരണം. അവന്റെ രാജ്യം തിരിച്ചിരിക്കണം. ഞങ്ങളിപ്പോ അയ്യോ കഴിഞ്ഞ സമയത്ത് തന്നെ അവനെ കണ്ടിട്ടുള്ള പഴക്കം വോട്ടിന് അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കൊന്ന് കാണണം അവനെ. ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് അവനെ കൊണ്ട് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും അവന് പറയണം. ഞങ്ങൾക്ക് അവനെ തുറന്ന് സംസാരിച്ചിട്ട് അവൻ്റെ അടുത്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറയണം. അവൻ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു മകനാണ്. മനസ്സിലായില്ലേ? ആ അമ്മൻ്റെയും ആ പെങ്ങളുടെയും എല്ലാവരുടെ വിഷമവും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ വിഷമങ്ങളും ആ കുട്ടിക്ക് നന്മ വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.